സ്റ്റാച്യു ഓഫ് ലിബർട്ടി ബുർക്കയിട്ടിരിക്കുന്ന ഇമേജാണ് ഈ റൈറ്റ് വിങ് ട്രോളുകൾ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് തന്നെ ട്വീറ്റ് ചെയ്തു, എന്താണ് ലുനാറ്റിക് കമ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രാന്തൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കമ്മ്യൂണിസ്റ്റ് പ്രാന്തനെയാണ് പിടിച്ച് മേയറാക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാക്ഷാൽ ട്രംപ് തന്നെ ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു നഗരത്തിൻ്റെ മേയർ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കകത്ത് നടന്ന പ്രീമിയർ എന്നാൽ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇതാണല്ലോ, അതിനകത്ത് ഇദ്ദേഹം കാൻഡിഡേറ്റായിട്ട് വിജയിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വിദ്വേഷത്തിൻ്റെയും ഈ വെറുപ്പിൻ്റെയും ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് രണ്ട് സ്റ്റാക്ക് പിക്ചേഴ്സാണ് കാണിക്കുന്നത്. ഒരു വശത്ത് ഇതാണ് ഒരു മേയർ, ഇദ്ദേഹം മേയറല്ല കേട്ടോ, മേയർ കാൻഡിഡേറ്റാണ്, അത് മനസ്സിലാക്കണം. അയാൾ മേയർ കാൻഡിഡേറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോഴേക്ക് ഈ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിദ്വേഷ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഏത് രാജ്യത്ത് ഏറ്റവും ഇൻക്ലൂസീവായിട്ടുള്ള മൾട്ടി കൾച്ചറിസത്തിൻ്റെ സ്വർഗഭൂമിയായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ. അതാണ് ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള. മറുവശത്ത് ഇതിൻ്റെ വ്യത്യസ്തമായ മറുവശമാണ്. ഒരു 33 വയസ്സുകാരൻ, ഈ മനുഷ്യന് അമേരിക്കൻ പൗരത്വം കിട്ടുന്നത് 2018. അപ്പോൾ എത്ര വർഷമായി? 7 വർഷമായിട്ട്. അമേരിക്കൻ പൗരനായിട്ട് 7 വർഷമായിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരന് അത് ഇപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ് കേട്ടോ. സ്റ്റേറ്റ് കൗൺസിൽ ക്വീൻസ് പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിലിലെ അംഗമാണ് അദ്ദേഹം. തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആ മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ മഹാനഗരത്തിൻ്റെ നഗര അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നു. ആ പ്രീമിയറിൽ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ആ പ്രീമിയർ എന്ന് പറയുന്ന കടമ്പ കടക്കാൻ പറ്റുന്നു. അദ്ദേഹം സ്വീകരിക്കപ്പെട്ട അപ്രൂവ് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയായി മാറുന്നുള്ള അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയാണ്. മനസ്സിലായില്ലേ? ഇത് രണ്ടും ചേർന്നാണ് അമേരിക്കൻ ഇപ്പം ന്യൂയോർക്ക് പോലെയുള്ള ഒരു ലോകത്തിൻ്റെ ഏറ്റവും വലിയ നഗരം, കോസ്മോപൊളിറ്റൻ മാക്സിമം കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്നൊരു നഗരം, അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധാരണ നഗരപിതാവ് എന്നല്ല പറയുക, നഗരപിതാവായിട്ട് ഒരു 33 വയസ്സുകാരൻ, ഒരു കുടിയേറ്റക്കാരൻ, ഒരു മുസ്ലിം, അതും വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നൊരു മുസ്ലിം വരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കും എന്നുള്ളത് വിസ്മയകരമായുള്ള കാര്യമാണ്. ഏതാണ് മഹ്മൂദ് മംദാനി അദ്ദേഹത്തിൻ്റെ അച്ഛൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ബാഡ് മുസ്ലിം എന്ന കാറ്റഗറിയിൽ പെടാൻ എന്തുകൊണ്ടും സർവ്വതാ യോഗ്യനായ ഒരാളാണ്. എന്താണ് ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഭരണകൂടത്തിന് മുമ്പിൽ ഓശാനിച്ച് നിൽക്കാത്ത, രാഷ്ട്രീയം പറയുന്ന, അനീതികളെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ, അതാണ് ബാഡ് മുസ്ലിം എന്ന് പറയുന്നത്. ആ നിലയ്ക്കൊരു അങ്ങേയറ്റത്തെ ബാഡ് മുസ്ലിമാണ് ഈ പറയുന്ന മംദാനി. അത് നേരത്തെ തന്നെ പബ്ലിക് ലൈഫിൽ നേരത്തെ ഉള്ളതാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒരു മാനിഫെസ്റ്റോ എന്നുള്ള നിലയിൽ പറയുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട ഫെയർ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട്. നന്ന ചുരുങ്ങി വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം. നന്ന ചുരുങ്ങി ബസ്സെങ്കിലും ഫ്രീ ആക്കണം, എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം, ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റണം ന്യൂയോർക്കിൽ. പിന്നെ അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തിച്ചൊരു മേഖലയാണ് ഈ പറയുന്ന നമ്മുടെ ഓപ്ഷൻ ചെയ്യുക എന്ന് പറയുന്നത്, ജപ്തി ചെയ്യുക. ജപ്തി നടപടികൾക്കെതിരായുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അമേരിക്ക എന്ന് പറയുന്നത് ഈ എല്ലാവരും ഭയങ്കര സുഖമായി ജീവിക്കുന്നൊരു രാജ്യമാണെന്ന് വിചാരിക്കരുത്. ഹോംലെസ്നെസ് എന്ന് പറയും, ഭവനരാഹിത്യം എന്നത് ഈ അതിമാരകമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഭവനരാഹിത്യമാണ് ന്യൂയോർക്കിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന്. സാധാരണക്കാരായ ഭവനരഹിതരായ കൂലിത്തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞൊരു നഗരമാണ് ആ നഗരം. അപ്പോൾ ഈ പറയുന്ന ജപ്തി ഫോർ ഓപ്ഷൻ എന്താണ് അവരുപയോഗിക്കുന്ന പേര് അതിന്, അതേപോലെ റെൻറ്റ് ഫ്രീസിങ്, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇലക്ഷൻ മുദ്രാവാക്യം. റെൻറ്റ് ഫ്രീസ്, ഈ തോന്നിയ പോലെ റെൻറ്റ്, ഈ ഹോംലെസ് ആയ ആളുകൾ എവിടെയെങ്കിലും റെൻറ്റിനൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെ അതിനൊരു റെൻറ്റിന് സീലിംഗ് വെക്കണം. തോന്നിയതുപോലെ റെൻറ്റ് കൂട്ടാൻ പറ്റില്ല. അപ്പം ഫെയർ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഈ ഫോർ ഓപ്ഷൻ നടപടികൾ, അതേപോലെ റെൻറ്റ് ഫ്രീസിങ്, ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, അതേമാതിരി പബ്ലിക് ചൈൽഡ് കെയർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജോലിക്ക് പോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ദമ്പതികൾ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചൈൽഡ് കെയർ സെൻറ്റർ അല്ലെങ്കിൽ സോഷ്യൽ ക്രഷുകൾ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സ്റ്റേറ്റ് തന്നെ പബ്ലിക് ചൈൽഡ് കെയർ സെൻറ്ററുകൾ ഒരുക്കണം. പബ്ലിക് ഗ്രോസറീസ്, സ്റ്റേറ്റ് സ്പോൺസേഡ് ഗ്രോസറീസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ നയമായിട്ട് മുന്നോട്ട് വെച്ചത്. എന്ന് പറഞ്ഞാൽ വളരെ
തൊഴിലാളി വർഗ നിലപാടുകൾ, സോഷ്യലിസ്റ്റ് നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ അത് തന്നെയാണ്. അദ്ദേഹം സ്വയം എന്താ പറയുക, ഒരു ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ പൊസിഷനിൽ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടുണ്ട്. അത് ആ കുടുംബത്തിന് തന്നെയുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് മീര നയാർ, ഇന്ത്യക്കാരിയാണ്. നമ്മൾ പത്മഭൂഷണോ പത്മശ്രീയോ എന്തോ കൊടുത്തിട്ടുണ്ട്, 2017 എൻ്റെ ഓർമ്മ. ലോകപ്രസിദ്ധയായ ഒരു ഫിലിം മേക്കറാണ്. അവർ ഈ പൊസിഷനുള്ള ആളാണ്. കഴിഞ്ഞ വർഷം അവർ ഹൈഫയിലേക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിലെ ഹൈഫയിലേക്ക് ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. അവർ പറഞ്ഞു ഞാൻ പോകില്ല. അവർ ആ ഓഫർ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. എന്ന് അവിടെ അപ്പാത്തീഡ് വാളുകൾ, വിവേചന മതിലുകൾ ഇല്ലാതാവുന്നു, അന്നേ ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച് അതിൻ്റെ പേരിൽ ഈ റൈറ്റ് വിങ് സയണിസ്റ്റ് ലോബിയുടെ വലിയ ആക്രമണത്തിന് വിധേയ ആളാണ്. ലോകപ്രശസ്ത ഫിലിം മേക്കറാണ്. രണ്ട് നിലക്കും. അപ്പോൾ മീര നയാർ നേരിട്ട് ഇന്ത്യക്കാരിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മെഹ്മൂദ് മംദാനി ഇന്ത്യൻ യുഗാണ്ടൻ ഒറിജിൻ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ വംശജൻ ലോകത്തിലെ മഹാനഗരത്തിൻ്റെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ മേയറാകാൻ പോവുകയാണെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അഭിമാനം എന്താണേണ്ടത്, പൂരിതമാകണം അന്തരംഗാണ്. പക്ഷേ നമ്മുടെ മിത്രങ്ങളൊക്കെ ആകെ ഡസ്പിലാണുള്ളത്. ഒരു ഇന്ത്യ രണ്ട് നിലക്കും, അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഇന്ത്യക്കാരനായ ഒരാൾ അവിടെ മേയർ കാൻഡിഡേറ്റായിട്ട് കങ്കണ റാവത്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇന്ത്യക്കാരനായിട്ട് തോന്നില്ല, പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നതാണ് പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ മെഹ്മൂദ് മംദാനിയെ പാകിസ്ഥാനിയാണെന്ന് വേണമെങ്കിൽ ആക്കിക്കോ, മീര നയർ എന്ത് ചെയ്യും? പ്രശ്നമുണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ വലതുപക്ഷം മാത്രമല്ല ലോകത്തെങ്ങുമുള്ള. എനിക്ക് തോന്നുന്നു ഇതിന് നമ്മൾ കാണേണ്ടത് സഹ്റാൻ മംദാനി അവിടെ പ്രൈമറി ജയിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റിയുടെ ഓഫ് കോഴ്സ് പേഴ്സണൽ കപ്പാസിറ്റി ഇസ് ദെയർ. അത് മാത്രമല്ല ഈ ലോക രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റം കൂടെ അതിനകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന UK ഇലക്ഷൻ റിസൾട്ട് എടുക്കുക. UK ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അവിടെ പല പത്രങ്ങളിലും, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ തന്നെ വന്ന ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹമാസ് ഗോട്ട് 4 MPs ഇൻ UK പാർലമെൻറ്റ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ 4 സീറ്റുകളിൽ സ്വതന്ത്ര ജയിക്കുകയുണ്ടായി, മുസ്ലിങ്ങളായിട്ടുള്ള സ്വതന്ത്രർ. ആ 4 പേരും സ്വതന്ത്ര. അവർ ലേബർ പാർട്ടി കുറച്ച് ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതാണ്. കൺസർവേറ്റീവ് പാർട്ടി ശക്തമായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ലേബർ പാർട്ടിയുടെ നിലപാട് പോലും പോരാ എന്ന് പറഞ്ഞ് അതിശക്തമായ പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച് വി സ്റ്റാൻഡ് ഫോർ പാലസ്റ്റൈൻ, വോട്ട് ഫോർ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ച 4 പേര് വിജയിക്കുകയുണ്ടായി. 4 സ്വതന്ത്ര സ്ഥാനത്ത്. ഇപ്പോൾ UK പാർലമെൻറ്റ് മൊത്തം 26ഓളം മുസ്ലിം MPമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഇവർക്കുണ്ടായത്? അതും തീർത്തും സ്വതന്ത്രരായി നിന്ന 4 സ്ഥാനാർത്ഥികൾ, വളരെ അറിയപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടിയുടെ ലേബർ പാർട്ടിയുടെ അറിയപ്പെട്ട സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പലരും ജയിക്കുന്നത്. അതിനെക്കുറിച്ച് അവിടെ വന്നൊരു വിഷയം ഹമാസ് MPs എന്നാണ് അവർ ഒരു ട്രോളിക്കൊണ്ടാണ് പറയുന്നതെങ്കിലും അതെന്താണ്? ഈ ഫലസ്തീൻ വിഷയം, ഗസ, പടിഞ്ഞാറൻ മനസ്സുകളിലുണ്ടാക്കിയ മാറ്റമാണത്. സഹ്റാൻ മംദാനിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ കാണേണ്ടത്. അത് വെറുതെ സഹ്റാൻ മംദാനിയെ പൊടുന്നതിനങ്ങ് ഉയർന്നു വന്നല്ല. ഈ ഒരു ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ നടന്ന സ്ഥലം ഗസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തെ, സയനിസ്റ്റ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ രാഷ്ട്രീയത്തെ, അതിൽ ജൂത സംഘടനകൾ പോലും ഉണ്ട് കേട്ടോ. നേരത്തെ നൗഫൽ പറഞ്ഞാൽ സഹ്റാൻ മംദാനിക്ക് നിരവധി ജൂത സംഘടനകൾ പിന്തുണയുണ്ട്. ഇസ്രായേലിനെതിരായ അമേരിക്കയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയം, അതിൻ്റെ കൂടെ തുടർച്ചയിലാണ് സഹ്റാൻ മംദാനി ഈ തിരഞ്ഞെടുക്കപ്പെട്ടത്. മേയർ കാൻഡിഡേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതും കൂടെ മനസ്സിലാക്കണം.